ഇന്നലെ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്താണ് പങ്കെടുത്തത്. ഞങ്ങൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. സത്യത്തിൽ ഇന്നലെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനമാണ്. ഞങ്ങൾക്ക് ഏത് മുന്നണിയാണ് ഇത്തരത്തിലൊരു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്? ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് അപ്പുറത്ത്, നരേന്ദ്രമോദിക്ക് അപ്പുറത്ത് ആരാ നേതാവുള്ളത്? അല്ല, സ്ഥാനാർത്ഥി വേറെ, പ്രചരണം, ഇതിന്റെ മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. സ്ഥാനാർത്ഥി അത് വഴി വന്നോളും. ഏത് സമയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പ്രവർത്തനം മുന്നോട്ട് നീക്കാൻ ഞങ്ങളുടെ സംഘടനാ സംവിധാനം 100% സജ്ജാണ്. തിരുവനന്തപുരത്ത് ആശയ കുഴപ്പമുണ്ടോ സ്ഥാനാർത്ഥി കണ്ടെത്തുന്നതിൽ? ഒരു കുഴപ്പമില്ല. അല്ല, അതില് കാണാൻ പോകുന്ന പോലെ പറഞ്ഞറിയിക്കല്ല. ഈ 20 മണ്ഡലത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ പാർലമെന്റ് ബോർഡാണ് പ്രഖ്യാപിക്കുക. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു മണ്ഡലത്തെ കുറിച്ചും അയാൾ മലയാള ഭാഷ അറിയോ, ഫ്ലുവന്റ് സംസാരിക്കോ, ഇതൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചാൽ മലയാളത്തിലെ വ്യാകരണത്തെ കുറിച്ച്, സാഹിത്യത്തിലെ അവഗാഹമായ പാണ്ഡിത്യത്തെ കുറിച്ച് എല്ലാം നിങ്ങൾ അറിയിക്കും. ബയോഡാറ്റ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മുന്നേ ഞങ്ങൾ തരും. അല്ല, അതല്ലേ ഞാൻ സൂചിപ്പിച്ച. ആദ്യം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഘടകകക്ഷികളുടെ ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവരെല്ലാം അഭിപ്രായം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോ സൂചിപ്പിച്ചിട്ട് മത്സരിക്കുന്ന ഓരോ ഘടകകക്ഷിക്കും മത്സരിക്കാൻ അവർ ആഗ്രഹിക്കുന്ന സീറ്റ് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു തെറ്റൂല. അല്ല, അത് പറയാൻ സാധ്യമല്ല. അല്ല, അത് തുഷാർ വെള്ളാപ്പള്ളി മാത്രമല്ല, ഇതില് നമ്മുടെ ഓരോ ഘടകകക്ഷിയുടെ നേതാക്കന്മാരുണ്ട്. അവരുടെ ഘടകകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കണമോ, വൈസ് പ്രസിഡന്റ് മത്സരിക്കണമോ, ജനറൽ സെക്രട്ടറി മത്സരിക്കണമോ എന്നുള്ള ആ ഘടകകക്ഷികൾ തീരുമാനിക്കുന്നത്, BJP അല്ല. അപ്പൊ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമോ ഇല്ലയോ എന്നുള്ളത് BDJS ചേർന്ന് നേതൃത്വം ചേർന്ന് തീരുമാനിക്കും. അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യും, സ്വീകരിക്കും. ഞങ്ങൾ ഒരിക്കലും കൂടുതൽ സീറ്റിൽ ആവശ്യപ്പെട്ടില്ല. നേരത്തെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള 4 സീറ്റിൽ ഞങ്ങൾ മത്സരിച്ചിട്ടുള്ള അതും ആ 4 സീറ്റ് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടു. പല സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം മറ്റേ അവസരത്തിൽ അങ്ങോട്ട് മാറ്റി എണ്ണ അതിപ്പോ അടുത്ത ദിവസം ഒരാഴ്ചയൊക്കെ ഒരു 3-4 ദിവസമുള്ളത് തീരുമാനിക്കാം. ഞങ്ങളുടെ പാർട്ടിയുടെ മീറ്റിംഗ് തീരുമാനമാകാത്തൊരു കാര്യത്തിലും ഞാനിങ്ങനെ പറയും. അല്ല, രാഷ്ട്രീയത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധ്യമല്ല. ഇപ്പൊ 1984 2 സീറ്റ് കിട്ടിയ BJP 303 സീറ്റ് നേടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും. BJP 4 അന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോ പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ എന്തു സംഭവിക്കാം? കേരളത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ. അല്ല, അതിനുള്ള അദ്ദേഹം അഭ്യർത്ഥിച്ചത് ആ കഴിഞ്ഞ വർഷം 2019 BJPയുടെ വോട്ടിംഗ് ശതമാനം 2 അക്കത്തിലേക്ക് ഉയർത്തിയ മലയാളികളോട് പ്രധാനമന്ത്രി ഇപ്രാവശ്യം അഭ്യർത്ഥിക്കുന്നു 2024 സീറ്റുകളുടെ എണ്ണം 2 അക്കത്തിലേക്ക് എത്തിക്കണം. അതിനെ നെഞ്ചോട് ചേർക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ അഭ്യർത്ഥന നെഞ്ചോട് ചേർക്കാൻ കേരളത്തിലെ വോട്ടർമാർ തയ്യാറാകും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അവര് സംപൂജ്യരാകുന്ന പാർട്ടി EP ജയരാജന്റെ പാർട്ടിയാ, ഗോവിന്ദൻ മാഷ പാർട്ടിയാ. അത് പക്ഷേ ഈ ബംഗാളിലും ത്രിപുരയിലും അവർ പൂജ്യരായി മാറാൻ ഒരു 10-34 വർഷം എടുത്തിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ 10 വർഷം കൊണ്ട് ബംഗാളിനോട് തുല്യമാക്കാൻ, ബംഗാളിനോടും ത്രിപുരയോടും സമാനമാക്കാൻ ഒരു 10 വർഷം വേണ്ടി വന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അവരുടെ ഭാവിയെ കുറിച്ച് ജയരാജൻ പ്രവചിച്ചതാ. അദ്ദേഹത്തെ നേരിട്ട് CPM കുറിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ നിലയിൽ വെച്ചതാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് നമ്മൾ പുറത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസിന്റെ സീറ്റ് BJP പിടിച്ചെടുത്തിട്ടുണ്ട് പല സ്ഥലത്തും. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് BJP പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം. അപ്പൊ ഇത് നമ്മുടെ ഘടകകക്ഷികൾ ഇവിടെ BDJS പുറത്ത് JRP നമ്മുടെ
JRP, അതേപോലെ തന്നെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ്, കേരള കാമരാജ് കോൺഗ്രസ്, LJP, RLJP, സോഷ്യലിസ്റ്റ് ജനതാദൾ, അതേപോലെ തന്നെ ശിവസേന ഷിൻഡെ ഗ്രൂപ്പ്, ഇത്രയും ഘടകകക്ഷികളാണ് ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ കേരളത്തിലുള്ളത്. അത് പിന്നെ പറയാം, നമുക്ക് നോക്കാം. ഓക്കെ, അത് ഇതിന്റെ പിന്നീട് ആലോചിക്കാം. നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്തത്. ഈ കുമ്പളത്തിലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്ന ആഗ്രഹം ഈ ഘടകകക്ഷികൾ പറയുന്നുണ്ട്.